നമ്മൾ നാട്ടിൻപുറത്ത് ഹോട്ടലിനൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന ബീഫ് നല്ല കുരുമുളകിട്ട് വരട്ടി എടുത്തിട്ടുള്ളത് പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും ഗീ റൈസിൻ്റെയൊക്കെ കൂടെ അടിപൊളിയായിട്ടുള്ള കോമ്പിനേഷൻ തന്നെയാണ് അല്ലേ. അപ്പോൾ അതേ രുചി കിട്ടാൻ വേണ്ടിയിട്ട് നല്ല സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്ന നല്ലൊരു ബീഫ് റോസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ പുതിയതായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നുള്ളത് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു 15 ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. സവാളയല്ല, ചെറിയുള്ളിയാണ് നമുക്കിതിനകത്ത് പ്രധാനമായിട്ട് ആവശ്യമായിട്ടുള്ളത്. പിന്നെ ഒരു ചെറിയ സവാളയുടെ പകുതി ഭാഗം മാത്രം ഉപയോഗിക്കാം. 15 ചെറിയുള്ളിയും ഒരു പകുതി ഭാഗം സവാളയും പിന്നെ ഒരു 4-5 വലിയ അല്ലി വെളുത്തുള്ളി, അത്യാവശ്യം വലിയൊരു പീസ് ഇഞ്ചി. ചെറിയ അല്ലി വെളുത്തുള്ളി ആണെങ്കിൽ 7 എണ്ണക്ക് ഉപയോഗിക്കാം. ഇതിലോട്ട് 1/2 ടീസ്പൂൺ അളവിൽ വലിയ ജീരകം, 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം, 2 ജീരകവും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അടുത്തതായിട്ട് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടിയുടെ അളവെന്ന് പറയുന്നത് 2 ടേബിൾ സ്പൂൺ ആണ്. 2 ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് വരുന്ന രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടി നോക്കാം. ഇനി ഏകദേശം ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൗഡർ, ഒരു 1/4 ടീസ്പൂൺ മാത്രം മഞ്ഞൾപ്പൊടി, പിന്നെ സാധാരണ മുളക് പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഏകദേശം ഒരു 1/2 ടീസ്പൂൺ തുടങ്ങി 1 ടീസ്പൂൺ വരെ പിരിയൻ മുളകിൻ്റെ പൊടി. കുരുമുളക് പൊടിയായിട്ടുള്ളത് ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അത് എരിവിനനുസരിച്ച് നോക്കി പിന്നീട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇതിലോട്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 2 ടീസ്പൂണോളം നല്ല നാടൻ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷമുള്ളതാണ്. ഇനി നമുക്ക് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കിലോ ബീഫാണ്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത ബീഫിലോട്ട് അരച്ചു വെച്ചിരിക്കുന്ന മസാല മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എരിവ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കുരുമുളക് പൊടി കുറച്ചുകൂടി ചേർക്കാവുന്നതാണ്. എല്ലാം നല്ലതുപോലെ യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇത് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു ബീഫിൻ്റെ വേവ് എന്ന് പറയുന്നത് 5 വിസിലാണ്. 5 വിസിലടിച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് 5 വിസിലടിച്ചതിന് ശേഷം പ്രഷർ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടാണ് ഞാൻ തുറന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ബീഫിനനുസരിച്ചിട്ട് ഈ കുക്ക് ചെയ്യുന്ന ടൈമിൽ മാറ്റം വരും കേട്ടോ. അപ്പോൾ അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് അറിയുന്നുണ്ടാകും എത്ര വിസിലടിച്ചിട്ടാണ് നിങ്ങൾ വേവിച്ചെടുക്കുന്നത് എന്നുള്ളത്. ഇത് 5 വിസിലടിച്ചതിന് ശേഷം പ്രഷറൊക്കെ പോയതിന് ശേഷമുള്ളതാണ്. ഇനി നമുക്ക് ഒരു മൺചട്ടി വെച്ച് അത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കണം. ചൂടായി വന്ന ചട്ടിയിലോട്ടേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ തുടങ്ങി 2.5 ടേബിൾ സ്പൂൺ വരെ നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങാക്കൊത്താണ്. തേങ്ങാക്കൊത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ കളർ മാറി വരുന്ന രീതിയിൽ ചെറിയൊരു ഗോൾഡൻ കളറാകുന്ന രീതിയിൽ എണ്ണയിലിട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം. തേങ്ങാക്കൊത്തൊക്കെ മൂത്ത് നല്ല പാകത്തിന് തയ്യാറായി കഴിഞ്ഞാൽ ഇതിലോട്ടൊരു 15 ചെറിയുള്ളി മുറിച്ചെടുത്തിട്ടാണ്, വലുതാണെങ്കിൽ മുറിച്ചെടുക്കാം, അതല്ലെങ്കിൽ അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്തിട്ട് വേണമെങ്കിലും ചെയ്യാം. ഏകദേശം 1 തണ്ടോളം കറിവേപ്പിലയിട്ട് ഈ ചെറിയുള്ളിയുടെ കളറും ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് പാകമായി വരുന്ന രീതിയിൽ നമ്മൾ സാധാരണ വറുത്തിടുന്ന ഒരു പാകത്തിൽ ചെയ്തെടുക്കാറുണ്ടല്ലോ, അതുപോലെ കണ്ടില്ലേ കുറച്ച് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഈ എണ്ണയിലോട്ടേക്കും ഈ ചെറിയുള്ളിയിലോട്ടേക്കും നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ചെയ്തെടുക്കാൻ. എണ്ണ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. കാരണം ബീഫ് റോസ്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് എണ്ണ നമുക്ക് അത്യാവശ്യം വേണം, എന്നാലേ നല്ല രീതിയിൽ നമുക്ക് ഇത് വരട്ടി തയ്യാറാക്കിയെടുക്കാൻ കഴിയുള്ളൂ. നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 5 മിനിറ്റ് തുടങ്ങി 8 മിനിറ്റ് വരെ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കണം. ഒരു 8 മിനിറ്റിന് ശേഷമുള്ളതാണ്. ഇതുപോലെ മൺചട്ടിയിലാണ് ചെയ്യുന്നതെങ്കിൽ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇനി ഇത് നല്ലതുപോലെ കളറ് മാറി വരും. നമ്മൾ വരട്ടി എടുക്കുന്ന സമയം ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ നന്നായിട്ട് കളറ് മാറി ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. നല്ല ഒരു കളർ ചേഞ്ച് വരും. നമ്മൾ ഹോട്ടലിനൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന ആ ഒരു രീതിയിലോട്ടേക്ക് ഇതിൻ്റെ കളറ് മാറി വരും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് ഞാനിപ്പോൾ ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് ഏകദേശം 1 ടേബിൾ സ്പൂണോളം 2 തവണയായിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ എരിവൊക്കെ നോക്കി അഡ്ജസ്റ്റ് ചെയ്യാം. വെളിച്ചെണ്ണ ആവശ്യത്തിന് ഇടയ്ക്ക് ഇതുപോലെ ഇങ്ങനെ നനച്ച് കൊടുക്കുന്ന പറയില്ല, അതുപോലെ ഇടയ്ക്ക് നനച്ച് കൊടുത്തിട്ട് മാക്സിമം നന്നായിട്ട് തന്നെ വരട്ടിയെടുക്കാൻ വേണ്ടി നോക്കാം. അപ്പോൾ കളർ മാറി എരിവും എല്ലാം കണക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് പിന്നെ നമുക്ക് 2-3 കാര്യങ്ങൾ കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് വരട്ടിയെടുത്തതിന് ശേഷം നമുക്ക് പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയാണ് ആവശ്യമായിട്ടുള്ളത്. ഞാനിവിടെ 2 പച്ചമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്പൈസി ആയിട്ടുള്ളതാണ്. ശരിക്കും നമുക്ക് കഴിച്ചാൽ അത്രയധികം ഇഷ്ടമാകും. വീണ്ടും വീണ്ടും ഉണ്ടാക്കിയെടുക്കണം എന്ന് തോന്നുന്ന നല്ലൊരു നാടൻ രുചി തന്നെയാണ്. അപ്പം സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് പച്ചമുളക് അരിഞ്ഞതും 1 തണ്ട് കറിവേപ്പിലയും കൂടി വെച്ച് നിങ്ങൾക്ക് സെർവ് ചെയ്യാവുന്നതാണ്. പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും റൈസിൻ്റെയും കൂടിയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്.
ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.